ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടലപ്പരിപ്പ് ചുണ്ടലാണ്. വളരെ ഹെൽത്തിയും അതേസമയം ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നവരാത്രിക്ക് പ്രസാദമായിട്ട് വെക്കാറുണ്ട്. ഇത് നോർമലായിട്ടുള്ള ദിവസങ്ങൾക്കും ചായക്കൊപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. കടലപ്പരിപ്പ് ചുണ്ടലിന് കടലപ്പരിപ്പ് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇതാ ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. തുടമ്പഴേ കണ്ടില്ലേ, നന്നായിട്ട് പൊട്ടിപ്പോണ്ട്. ഇതിനി ഒരു വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്കറിൽ വെക്കാൻ താല്പര്യമില്ലാത്തവർ ഓപ്പണായിട്ടും കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതാണ് കറക്റ്റായിട്ടുള്ള പാകം എന്നുള്ളത്. പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുതിർക്കാൻ വെച്ച കാരണം. ഞാൻ പക്ഷേ ഒരു വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, എന്നാലോട്ട് വേവും വേണം. കടലപ്പരിപ്പിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കണ്ടില്ലേ? കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിൽ. ഓൾറെഡി കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. പ്രഷറെല്ലാം പോയി ഞാൻ കടലപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടിയ ശേഷം ഉഴുന്നുപരിപ്പിടാം. പച്ചമുളക്, കപ്പലമുളക്, ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇടേണ്ടത് കടലപ്പരിപ്പാണ്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നാലോട്ട് ഒരുപാട് പേസ്റ്റ് പോലെ ആയിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചത്, ഉപ്പിട്ട് കൊടുക്കാം. ഇത് 5ാമത്തെ ദിവസമാണ്. നമ്മൾ ഓരോ ദിവസവും ഇടണ നവരാത്രി പ്രസാദം എല്ലാം തന്നെ പ്രസാദമായിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിയണം. ഒരു അര നാരങ്ങ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നാരങ്ങയും ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതുമാണ് ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ്. ഇത് രണ്ടും ഇടാതിരിക്കരുത്. ഇത് രണ്ടുമാണ് നല്ല ടേസ്റ്റ് കൊടുക്കണം ഈ ഒരു ഡിഷിന്. ഒടുവിലായിട്ട് കുറച്ച് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ഇടാൻ മറന്നുപോയി, അതൊന്ന് പിച്ചിടാം. സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ എത്ര ഈസിയാണത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസാദമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.